നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് സീസൺ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഫിനാലെ 6ാമത്തെ എപ്പിസോഡ് ഇന്നായിരുന്നു പുറത്തിറങ്ങിയത്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഷോ. നല്ല കിട്ടില്ല സീരീസ്. പ്രത്യേകിച്ച് വെറും ഇത്രയും 6 എപ്പിസോഡുകളേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഒരു കുറേ പേര് ചിലപ്പോൾ ഇനി ഇറങ്ങുന്ന വിചാരിച്ചിരിക്കുന്നുണ്ടാവും. കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. 6 എപ്പിസോഡ്, അത് 30 മിനിറ്റ് റൺ ടൈം ഉള്ള ഓരോ എപ്പിസോഡും. ആ ഒരു 30 മിനിറ്റ് കൊണ്ടും അതായത് ഒരു 3 മണിക്കൂർ റൺ ടൈം കൊണ്ട് നമ്മളെ തിരിച്ച് ആ വെസ്റ്റ്രോസ് വേൾഡിലേക്ക് നമ്മളെ പ്രോപ്പറായിട്ട് കൊണ്ട് എത്തിച്ചൊരു സീരീസ് എന്ന് പറയാം. ജോർജ് ആർ മാർട്ടിൻ്റെ തന്നെ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം എന്ന് പറഞ്ഞ ഒരു ബുക്ക് സീരീസ് ഉണ്ട്. ഒരു 3 പാർട്ട് നോവലാണ്. അതിൻ്റെ കമ്പൈലായിട്ടുള്ള ബുക്കാണിത്. ഇതിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സുകളുണ്ട്. ഹെഡ്ജ് നൈറ്റ്, ദെൻ അങ്ങനെ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. അത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടാണിത്. ഇതൊരു ഷോർട്ട് സ്റ്റോറീസാണ്, ചെറിയ കുറച്ച് കഥകളാണ്. ഈ പറയുന്ന ഡങ്കൻ ടെഗിൻ്റെ ഒരു ജേണിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സാധനം വായിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പേഴ്സണലി. കാരണം ഇപ്പോൾ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ഫുൾ ബുക്ക് സീരീസ് എൻ്റെ കയ്യിലുണ്ട്. അത് കംപ്ലീറ്റ്ലി ഞാൻ വായിച്ചിട്ടുണ്ട്. then ഈ പറയുന്ന ഫയർ ആൻഡ് ആഷ് അത് ഞാൻ കംപ്ലീറ്റ്ലി വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ആ ഒരു ടാർഗേറിയൻ സിവിൽ വാർ, ഫുൾ ഡ്രാഗൺസ് തമ്മിലുള്ള യുദ്ധം, പക്ഷെ അത് വേറെ പെർസ്പെക്റ്റീവിലാണ് എഴുതിയിട്ടുള്ളത് മാർട്ടിൻ. ദെൻ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ആണ് മൂപ്പറുടെ ആ ഒരു പ്രോപ്പർ ഫാൻറ്റസി ഫിക്ഷൻ എന്ന് പറയാം. ഈ സാധനം ഈ പറയുന്ന വെസ്റ്റ്രോസ് വേൾഡിലാണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ കണ്ടുപിടിക്കുന്ന വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ജേണി. അതിൽ പ്രത്യേകിച്ച് ഡ്രാഗൺസ് ഇല്ല, പ്രത്യേകിച്ച് വലിയ സിവിൽ വാറുകളോ പ്രോപ്പറായിട്ടുള്ള വലിയ ബാറ്റിൽ സീക്വൻസുകളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിലൂടെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്കിൽ കൂടിയാണ് ഈ സാധനം പോവുക. സോ ഇത് ഒരു സീരീസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പേഴ്സണലി വിചാരിച്ചത് ഇറങ്ങുന്നതിന് മുമ്പ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ഒരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നും ഇതിന് മുമ്പ് ഇടാണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം റിസപ്ഷൻ ഈ ഒരു സീരീസിന് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇതിലിപ്പോൾ ഒന്നുമില്ലടാ, ഇതിലിപ്പോൾ ഇത് ഫാൻറ്റസി ഇല്ല, ഇതിൽ ഡ്രാഗൺ ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതിനെ പുച്ഛിക്കുമെന്ന് വിചാരിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ദാറ്റ് വാസ് എ സർപ്രൈസ്. സത്യം പറഞ്ഞാൽ അതും അതിൻ്റെ ആ ഒരു ടോണ് ചിലപ്പോൾ തീരെ പറ്റില്ല എന്നാണ് ഞാൻ കുറേ പേർക്ക് വിചാരിച്ചത്. ഫസ്റ്റ് എപ്പിസോഡ് മുതലേ ആ ഒരു മോക്കറി ടൈപ്പിൽ ഒരു ഫീൽ ഗുഡ് മോഡിലായിരുന്നു ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. മറ്റേ അങ്ങനെ നമ്മൾ ടെൻഷൻ ഫിൽഡ് ആയിട്ടുള്ളൊരു വെസ്റ്റ്രോസ് ആണ് നമ്മൾ കണ്ടതെങ്കിൽ ഇതിൽ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു വെസ്റ്റ്രോസ്, ആ ഒരു പഴയ ഫസ്റ്റ് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ ഒരു ഫസ്റ്റ് സീസൺ കാണുമ്പോൾ കിട്ടുന്നൊരു വൈബായിരുന്നു. ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു 3 മണിക്കൂർ നമുക്ക് കിട്ടിയത്. ലിറ്ററലി 3 മണിക്കൂർ ഉള്ളൂ എന്ന് തോന്നുന്നില്ല, അതിലും കൂടുതലായിട്ടുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഡീറ്റെയിലിങ്ങോടെ എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ഡങ്കിൻ നെഗിൻ്റെ ഒക്കെ ആ ഒരു പാസ്റ്റ് ലൈഫും പാസ്റ്റ് സ്റ്റോറീസൊക്കെ വളരെ നീറ്റായിട്ട് ഇവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ഏറ്റവും വലിയ ഫലങ്ങളിലൊന്ന് മാർട്ടിൻ ഈ സീരീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് ബുക്കിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് സീരീസിലും കാണാൻ പറ്റും. ഇതായിരുന്നില്ല നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലാസ്റ്റ് സീസണിലും നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ഇപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗണിലൊക്കെ പ്രശ്നം പറഞ്ഞാൽ അതിലൊരുപാട് ടൈം ജമ്പുകളും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് ആ ഒരു പ്രോപ്പർ വലിയ സീക്വൻസുകളിലേക്ക് എത്താൻ കുറേ സമയമെടുക്കും. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. ഈവൻ ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്കടക്കം ആ ഒരു മെയ്സ്റ്ററിൻ്റെ കാഴ്ചപ്പാടിലാണ് മാർട്ടിൻ എഴുതിയിട്ടുള്ളത്. നോർമലി ഉള്ള ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലും അല്ല. ഈ സിറ്റഡലിലുള്ള ഏതൊരു മെയ്സ്റ്റർ ആൾക്കറിയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എഴുതി എങ്ങനെയുണ്ടാവും ആ രീതിയിലാണ് അവിടെ ഇത് നടന്നു. പിന്നെ അങ്ങനെ ഒരു മേസ്റ്റർ ഒരു പുറത്തുനിന്നുള്ള ആളുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ആ സാധനം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ടൈം ജമ്പുകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ ഈവൻ കാസ്റ്റിലടക്കം വലിയ ചേഞ്ചുകൾ നമ്മൾ കണ്ടിരുന്നു. മറ്റേത് ആ ഒരു ചെറുപ്പമുള്ള ഇപ്പോൾ മില്ലി ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ട് നേരെ പിന്നെ പോകുന്ന റന്നറെ വേറൊരു കാസ്റ്റിലേക്കാണ്. സോ അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഹൗസ് ഓഫ് ഡ്രാഗൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു പ്രോപ്പർ ഡീറ്റെയിലിംഗ്, അതിപ്പോൾ വേൾഡ് ബിൽഡിങ്ങിലായിക്കോട്ടെ, വേൾഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലായിക്കോട്ടെ, ക്യാരക്ടർ ആർക്കിലായിക്കോട്ടെ, ആ ഒരു ഡീറ്റെയിലിങ്ങും ആ ഒരു മെല്ലെപ്പോക്കിൽ പിടിച്ചിട്ടുള്ള ആ ഒരു ബ്യൂട്ടിയും ഇവർക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു റഷും ഇല്ല, ഒരു ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളും ഇല്ല. നമുക്ക് മെല്ലെ സമയമെടുത്ത് മെല്ലെ പതുക്കെ നമുക്ക് കഥ പറഞ്ഞു പോവാം. ഇത്ര ഉള്ളൂ നമുക്ക് പറയാൻ. അത് മെല്ലെ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് അവർ നമ്മളെ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ കൈവിട്ട് പോയ ഒരു വെസ്റ്റ്രോസ് വേൾഡിനെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹൗസ് ഓഫ് ഡ്രാഗണിൽ ആ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പാണ്. ഇവിടെ ഒരു ഡ്രാഗൺ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഫ്രെയിമിൻ്റെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ കുറേ ഡീറ്റെയിലിംഗ് അവർക്ക് മിസ്സാവും. ഇതിലങ്ങനെയല്ല. ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ട് ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ക്യാരക്ടർ സ്റ്റഡിയിലായിക്കോട്ടെ, ഈ പറയുന്ന ബാക്കി വേൾഡ് ബിൽഡിങ്ങിലും ആർട്ടും ഒക്കെ ഗംഭീരം. എനിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അവർ പ്രോപ്പറായിട്ട് ആ ഒരു വേൾഡിലേക്ക് എത്തിയ പോലെ ഒരു ഫീലാണ്. ഞാൻ ഈ ഒരു ടോൺ ഷിഫ്റ്റ് ചെയ്തു, അത് ശരിക്കും ഞാൻ ഞെട്ടി. ഞാൻ വിചാരിച്ചത് ഇത് ഇനീഷ്യലി ഇവർ കാണിക്കുന്ന അതേ ടോണിൽ തന്നെ ആയിരിക്കും ഇത് പോകുക എന്നുള്ളതാണ്. ഇവൻ കുറേ പേര് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇപ്പോൾ വരും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ
ആ ഒരു റാമിൻ റിജ്വാഡിയുടെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള എപ്പിക് മ്യൂസിക് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഊക്കി വിടുന്ന കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിരുന്നു. സെക്കൻഡ് എപ്പിസോഡിലും അതുപോലെ തന്നെ, തേർഡിലും അതുപോലെ തന്നെ. ഐ തിങ്ക് ഫോർത്തിൻ്റെ അവസാനമാണ് മറ്റേ ആ സാധനം വരുന്നത്, ഈ ഒരു BGM അവസാനത്തെ സമയത്ത്. സോ ആ ഒരു ഷോയുടെ എലിവേഷനും ഇവരെന്തിനാണ് ഇത് വെച്ചിട്ടുള്ളത്, എന്താണ് ഇവരുടെ പോക്ക് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എപ്പിസോഡ് ബൈ എപ്പിസോഡ് അവർക്ക് പറ്റിയിട്ടുണ്ട്. ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. ആൻഡ് വെറും 3 മണിക്കൂറുള്ളൂ. ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് റൺ ടൈം ഉള്ള ഒരു ഐറ്റം. അത് പക്ഷേ ഇത്രയും ആ ഒരു മിനിമൽ ടൈം കൊണ്ട് അവർ ഇതിൽ എത്തിച്ചു എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെയാണ് നമ്മളൊരു 10 എപ്പിസോഡൊക്കെ എത്തിയിട്ടാണ് ആ ഒരു വേൾഡിലേക്ക് എൻഗൾഫായി മുഴുവനായിട്ട് പോകുന്നത്. ഈവൺ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആ ഒരു സെക്കൻഡ് സീസണിൽ ഇപ്പോൾ ബാറ്റിൽ ഓഫ് ബ്ലാക്ക് വാട്ടറൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് ഇങ്ങനെ അല്ല, നമ്മൾ വിചാരിച്ച പോലെ സാധനമല്ല, ഇതിലേക്ക് ഇനി കുറേ എപ്പിക്കായിട്ടുള്ള സാധനങ്ങൾ വരാണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് പുള്ള് ചെയ്യുന്നത് ഒരു സെക്കൻഡ് സീസണൊക്കെ കഴിഞ്ഞിട്ടാണ്. അതിന് ഒരുപാട് വ്യൂവർഷിപ്പൊക്കെ കിട്ടിയത് അത് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സാണ്, അതിലേക്ക് പുതിയൊരു സാധനം നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഒന്നുമില്ലാതെ ഈ പറയുന്ന ഇപ്പോൾ ഡ്രാഗൺസ് ഇല്ല, ഫാൻറ്റസി എലമെൻറ്റ്സ് ഇല്ല, വൈറ്റ് വാക്കേഴ്സ് ഇല്ല, ജോൺ സ്നോ ഇല്ല, ഇപ്പോൾ ആൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഡോൺ കാണിക്കാൻ പറ്റില്ല. ആ ഒരു റീച്ച് മാത്രമുള്ള ആ ഒരു ചുറ്റുപാടും ജസ്റ്റ് ആ ഒരു ടൂർണമെൻറ്റും വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനൊരു ഷോ തന്നെ ഓടിക്കണം എന്ന് പറയുമ്പോൾ അവർ വലിയൊരു റിസ്ക്കാണ് ആക്ച്വലി എടുത്തത്. പക്ഷേ ദേ ഹാവ് ഫുൾഫിൽഡ് ഇറ്റ്. ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇനി എത്രയോ സീസൺ വേണമെങ്കിൽ ഇവർക്ക് ഇറക്കാം. കാരണം ആൾക്കാർക്ക് ഇത് ഇഷ്ടമായി, ഈ 2 ക്യാരക്ടേഴ്സിന് ഇഷ്ടമായി. ഡങ്കൻ ഡെഗരി മാത്രമല്ല, ബാക്കി വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടമായി. ഇവരെ വെച്ചിട്ട് ഇങ്ങനെ ഈ സാധനം സ്പിൻ ഓഫ് പോലെ ഇങ്ങനെ കുറേ ഇറക്കാം. പക്ഷേ പ്രോപ്പറായിട്ട് മാർട്ടിൻ എഴുതിയിട്ടുള്ളത് 3 ബുക്കാണ്. സോ അവർ 3 തീർക്കുമോ അത് ഇനി ബാക്കിയുള്ള സീസണുകൾ വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഇതിൽ പ്രോപ്പറായിട്ട് മാർട്ടിൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ഈ ബുക്കിനെ ബൈപ്പാസ് ചെയ്ത് പോകേണ്ട വന്നാലും മാർട്ടിൻ കൂടെ നിൽക്കുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതല്ല ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 3 പറ്റിയിട്ടുള്ളത്. അതിൽ സീസൺ 3 എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണ് കേട്ടത്. ജോജി ഞാനും അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. സോ അതിൻ്റെ അവസ്ഥ എന്താവും ഒരു പിടുത്തമില്ല. ഇനി അവർ ആക്ച്വലി അതിൻ്റെ എൻഡിങ് ഒക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഇനിയിപ്പോൾ അറിയില്ല ഇതെങ്ങനെ പോക്കും എന്നുള്ളത്. സോ തേർഡ് സീസണിൻ്റെ ഒരു മിഡിലൊക്കെ എത്തുന്ന സമയത്തായിരിക്കും ഇവരെങ്ങനെയായിരിക്കും ഇനി കഥ കൊണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയുള്ളൂ. പക്ഷേ മറ്റേ ബാറ്റിൽ ഓഫ് ഗള്ളറ്റൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ട്രെയിലറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു എപ്പിക് ഫാൻറ്റസി സാധനമായിട്ട് അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഫില്ലർ പോലെയാണ് ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് സർപാസ്ഡ് ഹൗസ് ഓഫ് ഡ്രാഗൺ. ഗെയിം ഓഫ് ത്രോൺസിന് പറ്റിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഹൗസ് ഓഫ് ഡ്രാഗണ് കിട്ടിക്കൊണ്ടിരുന്ന ആ റിസപ്ഷനും അതിൻ്റെ ആ ഒരു ഡിസ്കഷനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഒരുപക്ഷെ ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം ഈ ഒരു റിസപ്ഷൻ കണ്ടിട്ട്. സോ ഈ ആൾക്കാർ തേർഡ് സീസൺ ഓഫ് ഹൗസ് ഓഫ് ഡ്രാഗണേക്കാൾ കൂടുതൽ ഈ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡത്തിൻ്റെ സെക്കൻഡ് സീസണായിട്ട് കൂടുതലായിട്ടും കാത്തിരിക്കുമെന്ന് തോന്നുന്നു. അത് ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് നവംബറിലോ ഡിസംബറിലോ എന്തോ സെക്കൻഡ് സീസൺ. ഇത് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം പുറത്തിറങ്ങേണ്ട സീരീസാണ് 2025. അത് പുഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നത്. പക്ഷേ കിട്ടേണ്ട റിസപ്ഷൻ ഇവിടെ കിട്ടി. അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ഐ തിങ്ക് നമുക്ക് സെക്കൻഡ് സീസൺ കിട്ടും. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം നമുക്ക് അതിന് തേർഡ് സീസൺ കിട്ടും. ഐ തിങ്ക് 3 സീസണോടെ കംപ്ലീറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ 4 5 സീസൺ അവർക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. അടുത്തതിൽ നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ റീച്ച് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അടുത്തതിൽ ഐ തിങ്ക് നമ്മൾ ഈ ഡോണിലേക്ക് പോകും. അതായിരുന്നു എൻ്റെ ഓർമ്മ. ദെൻ ഈ എഗ്ഗ് കൂടെ ഉണ്ടല്ലോ, എഗ്ഗ് വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഇവർക്ക് കുറേ തലവേദന ഉണ്ടെങ്കിൽ വരും. സോ അങ്ങനത്തെ കുറേ നല്ല രസമുള്ളൊരു സ്റ്റോറി ലൈനാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവരുടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ആ ഒരു ജേണിയാണ് മുഴുവനായിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സീസൺ വാസ് ഗ്രേറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പഴയ ഒരു വെസ്റ്റ് റോസിലേക്ക് നമ്മൾ ഒന്നും കൂടി തിരിച്ചു കൊണ്ടുപോയ ഒരു ഗംഭീര സീരീസ്, ഒരു ഗംഭീര സീസണും. സോ ഫസ്റ്റ് സീസൺ ഓഫ് നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം കണ്ടവരാണെങ്കിൽ ഈ സീസണെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും സെക്കൻഡ് സീസണെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്നുള്ളതും തന്നെ ഈ പറഞ്ഞ ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 3 ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്, അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.